നമസ്കാരം. കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യമെമ്പാടും വലിയ സ്വീകാര്യത ലഭിക്കുകയാണ് ഈ ജെൻസി അപ്രോച്ചിന്. അതേസമയം നിയമക്കുരുക്കിൽപ്പെടുമോ എന്നുള്ള ആശങ്കയും പാർട്ടി സ്ഥാപകൻ അഭിജിത് ദിപ്കേക്ക് ഉണ്ട്. എക്സ് അക്കൗണ്ടിന് പിന്നാലെ ഇൻസ്റ്റ അക്കൗണ്ടും സർക്കാർ പൂട്ടിയേക്കുമെന്നാണ് വിവരം. അക്കൗണ്ട് പൂട്ടിയില്ലെങ്കിൽ വകവരുത്തുമെന്ന ഭീഷണിയും ദീപകിനെ തേടി എത്തിയിട്ടുണ്ട്. ഏതായാലും 24-ന് ബംഗളൂരുവിൽ മനുഷ്യച്ചങ്ങല അടക്കം തീർക്കാനാണ് തീരുമാനം. എന്താകും കാത്തിരുന്ന് കാണാം. ഇനി സംസ്ഥാനത്തേക്ക് വന്നാൽ ശക്തമായ മഴയാണ്. അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴിയുണ്ട്. ഈ മാസം 26 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. കേരളം, തെക്കൻ തമിഴ്നാട് എന്നിവയ്ക്ക് മുകളിലൂടെ കന്യാകുമാരി വരെ നീളുന്ന ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതായും മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. എന്നാൽ ഉത്തരേന്ത്യക്ക് പോയാലോ കടുത്ത ഉഷ്ണതരംഗമാണ്. ട്രാഫിക് സിഗ്നലുകൾ പോലും ഓഫ് ചെയ്താണ് മുന്നോട്ട് പോക്ക്. ആന്ധ്രാപ്രദേശിലും ഉത്തർപ്രദേശിലും ഒക്കെ താപനില 48 ഡിഗ്രിക്ക് മുകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ട്. രാജ്യത്തിന്റെ അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കാൻ സ്മാർട്ട് ബോർഡർ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും പൂർണ്ണമായും തടയുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്മാർട്ട് ക്യാമറകളും ഡ്രോണുകളും റഡാറുകളും വിന്യസിക്കും. പതിനാറാം കേരള നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിഷ്പക്ഷ നിലപാടിൽ മുന്നോട്ടു പോകുമെന്ന് തിരുവഞ്ചൂർ. ജനഹിതമനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഭരണതന്ത്രജ്ഞനെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്രതിപക്ഷ ശബ്ദം അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പിണറായി വിജയൻ. ആശംസകളുമായി നേതാക്കൾ. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ചത് ചട്ടവിരുദ്ധ നടപടിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ആലപ്പുഴ എസ്.പിയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയെന്ന് വിലയിരുത്തൽ. ഗൺമാൻമാരെ സസ്പെൻഡ് ചെയ്തേക്കും. മർദ്ദനമേറ്റ എ.ഡി. തോമസിന്റെയും അജയ് ജുവലിന്റെയും മൊഴി നാളെ രേഖപ്പെടുത്തും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോഴുള്ള വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ പ്രതിമാസം 112 കോടി രൂപ നഷ്ടം. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലിൽ ഇടപെട്ട് സർക്കാർ. താമസക്കാരുമായും സ്ഥലമുടമയുമായും മന്ത്രി റോജി എം ജോൺ ചർച്ച നടത്തി. കോടതിയോട് സാവകാശം തേടുമെന്ന് മന്ത്രി. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം എന്തിനെന്ന് സുപ്രീം കോടതി. മാതാപിതാക്കൾ IAS ഉദ്യോഗസ്ഥരെങ്കിൽ സംവരണത്തിന്റെ ആനുകൂല്യം ആവശ്യമുണ്ടോ എന്നും ചോദ്യം. എബോള വൈറസിൽ ജാഗ്രതയോടെ സംസ്ഥാനം. വിമാനത്താവളങ്ങളിൽ 24 മണിക്കൂർ നിരീക്ഷണ സംവിധാനം ഒരുക്കും. രോഗലക്ഷണമുള്ളവരെ ഐസൊലേഷൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും നെടുമ്പാശ്ശേരിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. ഇംഗ്ലണ്ടിന്റെ ലോകകപ്പ് ഫുട്ബോൾ ടീമിനെ പ്രഖ്യാപിച്ചു. ഫിൽ ഫോഡൻ, കോൾ പാമർ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ പുറത്ത്. IPL-ൽ ഹൈദരാബാദിനെതിരെ ബംഗളൂരുവിന് 256 റൺസ് വിജയലക്ഷ്യം. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ ആഭ്യന്തര മത്സരങ്ങളിൽ നിന്ന് വിലക്കിയതിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് ഡൽഹി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഏഷ്യൻ ഗെയിംസ് സെലക്ഷൻ ട്രയൽസിൽ അവസരം ഉറപ്പാക്കാൻ നിർദ്ദേശം. പ്രസവ അവധിക്ക് ശേഷം തിരിച്ചെത്തിയ താരത്തിന്റെ ശാരീരിക ക്ഷമത വിലയിരുത്താൻ വിദഗ്ധ സമിതി രൂപീകരിക്കും. സ്റ്റോറി ഓഫ് ദി ഡേ. ചില്ലിട്ട ചിത്രം പോലെ ഒരു സുപ്രധാന പ്രഖ്യാപനമാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയത്. കന്നുകാലിക്കടത്ത്, മയക്കുമരുന്ന്, ആയുധക്കള്ളക്കടത്ത്, ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റം എന്നിവ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകാത്തവണ്ണം ഇന്ത്യയുടെ അതിർത്തികളെ ഒരു അദൃശ്യ കോട്ടയായി മാറ്റാൻ സ്മാർട്ട് ബോർഡർ എന്നൊരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അതിർത്തികളിൽ സ്മാർട്ട് ബോർഡർ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. നുഴഞ്ഞുകയറ്റം വേരോടെ ഇല്ലാതാക്കാനാണ് നീക്കം. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പാകിസ്ഥാന് കനത്ത മറുപടി നൽകിയിട്ടുണ്ട് എന്നും ആവശ്യമെങ്കിൽ പാകിസ്ഥാനിൽ കയറി തന്നെ ഇനിയും മറുപടി നൽകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി.
അതിർത്തി സുരക്ഷ കർശനമാക്കുന്നതിന് സാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി സ്മാർട്ട് ബോർഡർ പദ്ധതി എത്രയും വേഗം നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിർത്തികളിൽ ഹൈടെക് ക്യാമറകൾ, റഡാറുകൾ, സെൻസറുകൾ, നിരീക്ഷണോപകരണങ്ങൾ എന്നിവയുൾപ്പെടെ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കും. ഇതിലൂടെ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും ഇല്ലാതാക്കാനാകും. ഡ്രോൺ പ്രവർത്തനങ്ങൾ, മയക്കുമരുന്ന് കടത്ത്, സംശയാസ്പദമായ നീക്കങ്ങൾ എന്നിവ ഉടനടി കണ്ടെത്തി പ്രതിരോധ നടപടി സ്വീകരിക്കാൻ സാധിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. कौन नया घुसपैठिया आया है, क्या रूट है, कहां से तस्करी हो रही है, कहां से गौ तस्करी हो रही है, इस सारे रूटों को चून कर बंद करना, समाप्त करना, ये बीएसएफ की जिम्मेदारी है. आने वाले दिनों में तीनों राज्यों के मुख्यमंत्रियों के साथ गृह मंत्रालय में हम एक बैठक भी करने वाले हैं और घुसपैठ की दृष्टि से एक मजबूत सुरक्षा ग्रिड हम बनाने वाले हैं. ഭീകരതയ്ക്കും നുഴഞ്ഞുകയറ്റത്തിനും ഇതിനോടകം പാകിസ്ഥാന് കനത്ത മറുപടി നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇനിയും പാകിസ്ഥാനിൽ കയറി തന്നെ മറുപടി നൽകുമെന്നും അമിത്ഷാ പറഞ്ഞു. അസം, ത്രിപുര, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ബംഗാളിൽ സ്മാർട്ട് ബോർഡർ പ്രൊജക്ടുകൾക്കും ഫെൻസിംഗ് നടപടികളും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആരംഭിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാവോയിസ്റ്റ് ഭീകരവാദം തടയുന്നതിന് സ്വീകരിച്ച നടപടികൾ ഫലപ്രദമായെന്നും BSFന്റെ സ്ഥാപക ഡയറക്ടർ KF റുസ്തംജി സ്മാരക പരിപാടിയിൽ സംസാരിക്കവേ അമിത്ഷാ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. 16-ാം കേരള നിയമസഭയിൽ ഇന്ന് സ്പീക്കർ ആയി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തി. 25ാമത് സ്പീക്കറായാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തത്. UDFന്റെ എല്ലാ വോട്ടുകളും തിരുവഞ്ചൂരിന് ലഭിച്ചു. പ്രതിപക്ഷത്ത് നിന്ന് AC മൊയ്തീനും BJPയിൽ നിന്ന് BB ഗോപകുമാറും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു BJP നേതാവ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ഒരു വോട്ട് പോലും അസാധുവാവുകയോ പാഴായി പോവുകയോ ചെയ്തില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. നിയമസഭയിൽ പ്രോടൈം സ്പീക്കർ G. സുധാകരന്റെ നിയന്ത്രണത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും, LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും, BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. ഇതോടെ 101 വോട്ട് നേടിയ തിരുവഞ്ചൂരിനെ G. സുധാകരൻ സ്പീക്കറായി പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും, സ്പീക്കർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. തുടർന്ന് മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന തിരുവഞ്ചൂരിനെ സ്പീക്കർ കസേരയിലേക്ക് ആനയിച്ചു. അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ്, എൻ്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥാനമേറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആശംസകൾ നേർന്നപ്പോൾ ഇത് തങ്ങൾക്ക് ചരിത്ര നിമിഷമാണെന്ന് BJP സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാർ പറഞ്ഞു. കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കറായാണ് അങ്ങ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഹാർദമായ അനുമോദനം. കേരള നിയമസഭയിൽ BJPയുടെ ആദ്യ സ്പീക്കർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവസരം ലഭിച്ചത് എന്നെയും ചാത്തന്നൂരിനെയും സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായൊരു നിമിഷം. എല്ലാ സങ്കീർണതകളെയും പ്രതിസന്ധികളെയും അവഗണിക്കുന്ന ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി പറഞ്ഞു. ഏറ്റവും പ്രയാസമുള്ള പല വകുപ്പുകളും കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചപ്പോഴും അതെല്ലാം വളരെ വിജയകരമായി എല്ലാ സങ്കീർണതകളെയും പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് അന്ന് ഗവൺമെൻറ്റിനും ഉമ്മൻചാണ്ടിക്കും കരുത്തായിട്ടിരുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളിൽ ഒന്നിൻ്റെ തലപ്പത്തെത്താൻ കഴിഞ്ഞത് അതിപ്രധാന നിമിഷമെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി 29-ന് സഭ സമ്മേളിക്കും. ജൂൺ 2-നാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ഫിഷറീസ് വകുപ്പ് ലത്തീൻ സഭയ്ക്ക് നൽകണം എന്നുള്ളൊരു ആവശ്യം സഭ നേരത്തെ ഉന്നയിച്ചതാണ്. അത് ഉണ്ടായില്ല. അപ്പോൾ ആ ഒരു ഇടഞ്ഞു നിൽക്കുന്ന ലത്തീൻ സഭയെ അനുനയിപ്പിക്കാനായി സഭാ ആസ്ഥാനത്ത് ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂറിന് എത്തി. സ്വാഭാവിക സന്ദർശനമാണ്, എല്ലാ കാര്യങ്ങളും സംസാരിച്ചു എന്നൊക്കെ മന്ത്രി പറയുകയും ചെയ്തു. അതേസമയം ചില ചരടുവലികളും നാടകങ്ങളും കാരണം സഭയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന മന്ത്രിസ്ഥാനവും വകുപ്പും നഷ്ടമായി എന്ന് സഭാ പ്രതിനിധി ഫാദർ മനോജ് പ്രതികരിച്ചു. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകരുതെന്നായിരുന്നു ലത്തീൻ സഭയുടെ നിലപാട്. ഇടഞ്ഞു നിൽക്കുന്ന സഭയെ അനുനയിപ്പിക്കാൻ ഇന്ന് സഭാ ആസ്ഥാനത്തെത്തിയത് ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുമായി 15 മിനിറ്റിൽ ഏറെ നീണ്ടുനിന്ന കൂടിക്കാഴ്ച. ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു സ്വാഭാവികമായ ഒരു സൗഹൃദ സന്ദർശനമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് എല്ലാ പിന്തുണയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് മുമ്പോട്ട് പോകും. എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ പോകേണ്ട ഒരു വകുപ്പാണ്. തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുള്ളൂ. മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിക്കാത്തതിന്റെ പിണക്കം സഭയ്ക്ക് ഇനിയും മാറിയിട്ടില്ലെന്ന പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തം. ചില ചരടുവലികളും നാടകങ്ങളും കാരണമാണ് നമുക്ക് കിട്ടേണ്ട പ്രാതിനിധ്യം നമുക്ക് മന്ത്രിസഭയിലും കിട്ടാതെ പോയി, ലഭിക്കേണ്ട ഒരു വകുപ്പും നമുക്ക് ലഭിക്കാതെ പോയത്. അപ്പം അതിൽ ആശങ്കയുണ്ടായിരുന്നു. അത് സൗഹൃദപരമായിട്ട് തന്നെ നമ്മൾ സംസാരിച്ചത് തീർക്കും. വോട്ട് ബാങ്കായല്ല സഭയെ കാണുന്നത് എന്ന് അറിയിച്ചു. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. നിലവിലെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നവരെ ആശങ്ക തുടരും. വന്നു കണ്ട ഉടനെ മഞ്ഞുരുകിയെന്ന് പറയാൻ കഴിയില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകണമെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കി. മുഖ്യമന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി, ആരോഗ്യമന്ത്രി എന്നിവർ സഭാ ആസ്ഥാനത്ത് എത്തിയിരുന്നു. എല്ലാ കാര്യങ്ങളിലും നേരിട്ടിടപെടുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും സഭാ നേതൃത്വം പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിച്ചു. 20 പേരെ നിയമിച്ചാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. റോയ് മാത്യു ആണ് മീഡിയ സെക്രട്ടറി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് നിയമനം. CGS ആണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി. ശ്രീകുമാർ TA സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായും തിലകൻ KPK, അനീഷ് അനിരുദ്ധൻ, മോഹനചന്ദ്രൻ എന്നിവരെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായും നിയമിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞിട്ടും പിണറായി വിജയന്റെ വീടിന് ഇപ്പോഴും പോലീസ് കാവലുണ്ട്. 10 വർഷമായി വേനലിലും മഴയത്തും സുരക്ഷയൊരുക്കുന്ന ഉദ്യോഗസ്ഥർ കടുത്ത തൊഴിൽ ചൂഷണമാണ് നേരിടുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന ഇവർ കട്ടപ്പുറത്തായ പോലീസ് ജീപ്പിലാണ് പലപ്പോഴും അഭയം തേടുന്നത്. പിണറായി വിജയന്റെ പാണ്ഡ്യാലമുക്കിലെ പൂട്ടിയിട്ട വീടിന് മുന്നിൽ പോലീസ് കാവൽ ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ പ്രതിപക്ഷ നേതാവും കുടുംബവും തിരുവനന്തപുരത്താണ് താമസം. കഴിഞ്ഞ 10 വർഷത്തിലധികമായി 4 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും 2 SIമാരും ചേർന്നാണ് സുരക്ഷയൊരുക്കുന്നത്. മുഖ്യമന്ത്രി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കാവൽ വേണം. വീടിന് ചുറ്റും നിരീക്ഷണ ക്യാമറകൾ ഉള്ളപ്പോഴും പോലീസുകാർ നിർബന്ധം. കട്ടപ്പുറത്തായ ഒരു ജീപ്പല്ലാതെ തൊട്ടടുത്ത് കയറി നിൽക്കാൻ ഒരു പ്ലാസ്റ്റിക് കൂര പോലുമില്ല. ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കായി ശുചിമുറി സൗകര്യവുമില്ല. തൊട്ടടുത്തുള്ള ത്രിവേണി സൂപ്പർമാർക്കറ്റിലെ ശൗചാലയത്തെയാണ് ഇവർ ആശ്രയിക്കുന്നത്. കടുത്ത വേനലിലും മഴയത്തും കട്ടപ്പുറത്തായി ജീപ്പിൽ കയറി അഭയം തേടും. VIP സെക്യൂരിറ്റി പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ആവശ്യമായ പുനഃപരിശോധന നടത്തേണ്ടതുണ്ടെന്നാണ് ഉയരുന്ന ആവശ്യം. അമൃത ന്യൂസ്, കണ്ണൂർ. നവകേരള യാത്രയ്ക്കിടെ വിവാദമായ ആ ഒരു രക്ഷാപ്രവർത്തനത്തിൽ SIT ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ചത് ചട്ടവിരുദ്ധമായ നടപടിയാണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. ഗൺമാൻമാരുടെ ചുമതലയിൽ പെടാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്ന് പറയുന്ന SIT ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നു. മർദ്ദനത്തെക്കുറിച്ച് അന്വേഷിച്ച ആലപ്പുഴ SP റിപ്പോർട്ട് LDF സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയെന്ന്. അതേസമയം മർദ്ദനമേറ്റ AD തോമസ്, അഡ്വക്കേറ്റ് അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരുടെ മൊഴി നാളെ രേഖപ്പെടുത്തുകയാണ്. SP MP ഷൗക്കത്ത് അലിയാണ് മൊഴി രേഖപ്പെടുത്തുക. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച SIT നടപടി ചട്ടവിരുദ്ധമാണെന്ന് വ്യക്തമാക്കി. പ്രതിഷേധക്കാരെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ലോക്കൽ പോലീസിലെ ഉദ്യോഗസ്ഥർ മാറ്റിയിരുന്നു. ഇവരെ മർദ്ദിക്കേണ്ട സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. കൺമാന്മാരുടെ ചുമതലയിൽപ്പെടാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തതെന്നും SIT കണ്ടെത്തി. മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്തുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ DGPക്ക് റിപ്പോർട്ട് നൽകാനാണ് SITയുടെ തീരുമാനം. സംഭവത്തിന് ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ ജോജിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. നവകേരള യാത്രയ്ക്കിടെയുണ്ടായ പോലീസ് മർദ്ദനം അവമതിപ്പുണ്ടാക്കുന്നതായിരുന്നു എന്ന് അന്നത്തെ ആലപ്പുഴ SP ചൈത്ര തെരേസ DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയ്ക്ക് എത്തിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല.
അവിടെയും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതോടെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന സന്ദീപിനെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം ഗൺമാൻ അനിൽ ഇപ്പോഴും പിണറായി വിജയനൊപ്പം തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജൂൺ 15 മുതൽ KSRTC നടപ്പാക്കാൻ പോകുന്ന സ്ത്രീകളുടെ സൗജന്യയാത്ര, ഇതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പുകളൊക്കെ നടക്കുകയാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ചാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗതാഗത വകുപ്പിന് KSRTC കൈമാറിയ റിപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. 112 കോടി രൂപയുടെ നഷ്ടം വരും എന്നാണ് ഗതാഗത വകുപ്പ് സെക്രട്ടറിക്ക് KSRTC നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഇനി ഓർഡിനറിയിൽ മാത്രമാണ് നടപ്പാക്കുന്നതെങ്കിൽ 57 കോടി രൂപയുടെ നഷ്ടമുണ്ടാകും എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. UDF ഇന്ദിരാ ഗ്യാരണ്ടി വഴി KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ 3 മാസത്തിനുള്ളിൽ KSRTCക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിന്റെ കണക്കാണ് KSRTC ഗതാഗത സെക്രട്ടറിക്ക് കൈമാറിയത്. മുഴുവൻ ബസ്സുകളിലും സൗജന്യം അനുവദിച്ചാൽ 112 കോടി രൂപയുടെ നഷ്ടം കോർപ്പറേഷന് ഉണ്ടാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഓർഡിനറി, ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലാണെങ്കിൽ 90 കോടി രൂപയും, സിറ്റി ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകളിലാണെങ്കിൽ 65 കോടിയും, ഓർഡിനറിയിൽ മാത്രമെങ്കിൽ 57 കോടി രൂപയുടെയും നഷ്ടം ഉണ്ടാകും. അടുത്ത മാസം 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്രയാണ് VD സതീശൻ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ബസ്സുകളിൽ നടപ്പാക്കിയ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം ഇപ്പോഴും തുടരുകയാണ്. പദ്ധതി ഏത് രീതിയിൽ നടപ്പാക്കണമെന്ന് സംബന്ധിച്ച് പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രയോജനപ്പെടും വിധം നഷ്ടം കൂടി കണക്കിലെടുത്ത് നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലിൽ ഇടപെടുകയാണ് സർക്കാർ. താമസക്കാരുമായും സ്ഥലമുടമയുമായും മന്ത്രി റോജി എം ജോൺ ചർച്ച നടത്തി. കോടതിയോട് സാവകാശം തേടും എന്നാണ് മന്ത്രി അറിയിച്ചത്. കളക്ടറുടെ ചേംബറിൽ സ്ഥലമുടമയുമായും ഒപ്പം കേസിലെ വാദികളുമായും ഒക്കെ ചർച്ച നടത്തിയതിനു ശേഷം 2 വിഭാഗത്തിൻ്റെയും അഭിപ്രായം കേട്ട ശേഷമാണ് തുടർ നടപടികളിലേക്കൊക്കെ നീങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. അശ്വതി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വതി, നാളെ ഒഴിപ്പിക്കൽ നടക്കില്ല എന്നുള്ള കാര്യത്തിലൊരു ധാരണയായിട്ടുണ്ട്. കൂടുതൽ സമയം വാങ്ങും എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എത്രത്തോളം ആശ്വാസമാണ് ആളുകളെ സംബന്ധിച്ചുള്ളത്? ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? അഖില, അവിടുത്തെ താമസക്കാരുമായിട്ട് അല്പം മുൻപാണ് റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ, മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നത്. VP സജീന്ദ്രൻ അടക്കമുള്ള ആളുകൾ ചർച്ചയിൽ പങ്കെടുത്തു. ജില്ലാ കളക്ടറുടെ ചേംബറിലാണ് ചർച്ച നടന്നത്. ഏകദേശം 1 മണിക്കൂറോളമാണ് ചർച്ച ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ പോലീസ് നടപടി, ഇതിനു മുൻപ് ഉള്ള ദിവസം വിവാദമായ പോലീസ് നടപടി ഉണ്ടായതുപോലെ അത്തരത്തിലുള്ള ഒരു പോലീസ് നടപടിയിലേക്ക് കടക്കില്ല എന്ന ഉറപ്പാണ് മന്ത്രി റോജി എം ജോൺ നൽകിയിട്ടുള്ളത്. അതിൽ തങ്ങൾ സന്തുഷ്ടരാണ് എന്ന്, ഈ ചർച്ചയിൽ സംതൃപ്തരാണ് എന്ന് ഈ പ്രദേശവാസികൾ, ഇപ്പോൾ അവിടുത്തെ താമസക്കാരായ ആളുകൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ വലിയ ഒരു പ്രതിസന്ധി നേരിടാൻ പോകുന്നത് കോടതിയിലാണ്. ഈ വിഷയത്തിൽ ഈ അനുകൂലമായ, താമസക്കാർക്ക് അനുകൂലമായ ഒരു നിലപാടുമായി സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് റോജി എം ജോൺ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ വേണ്ട നിയമോപദേശങ്ങളും മറ്റും കിട്ടിയ ശേഷം ഹൈക്കോടതിയെ സമീപിക്കും. ഇനി ഹൈക്കോടതിയിൽ നിന്ന്, അതായത് കോടതി നടപടിയിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചടി നേരിടുകയാണെങ്കിൽ, അതായത് അവർ വീണ്ടും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് തന്നെയാണ് കോടതി നടപടിയെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കോടതി നടപടികളിലേക്ക് കടക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, നാളെ അഭിഭാഷക കമ്മീഷൻ അവിടെ വരുന്ന ഒരു സമയത്ത് അഭിഭാഷക കമ്മീഷന്റെ നിയന്ത്രണം സർക്കാരിന്റെ കയ്യിലല്ല എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. പക്ഷേ അവിടെ ഒരു പോലീസ് നടപടി കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ഒരു പോലീസ് നടപടി ഉണ്ടാകില്ല എന്ന ഉറപ്പും മന്ത്രി നൽകിയിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി കോടതിയിലേക്കാണ് ഏറ്റവും ആദ്യമായിട്ട് പോകുന്നത്. അത് തിങ്കളാഴ്ച തന്നെ കോടതിയെ സമീപിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. പക്ഷേ അവിടെ ഒരുപക്ഷെ തിരിച്ചടി നേരിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ പുനരധിവാസമാണ് സർക്കാരിൻ്റെ മുൻപിലുള്ള രണ്ടാമത്തെ ഓപ്ഷൻ. അതിൽ അവിടുത്തെ ആളുകൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്ന ഒരു തീരുമാനത്തെ അംഗീകരിക്കുമോ എന്നൊരു കാര്യം കൂടിയുണ്ട്. അക്കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. പക്ഷേ പ്രദേശവാസികളുമായിട്ട് സംസാരിക്കും. അക്കാര്യത്തിൽ എല്ലാം തന്നെ വീണ്ടും ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് അശ്വതി, ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് പുനരധിവസിപ്പിക്കേണ്ടി വന്നാൽ സർക്കാരിന് വളരെ പെട്ടെന്ന് അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്താൻ കഴിയും. അതിനുവേണ്ടിയുള്ള സ്ഥലമൊക്കെ കണ്ടെത്താൻ സമയമെടുക്കില്ലേ?
തീർച്ചയായും അതിനൊരു സാവകാശം എന്തായാലും ഉണ്ടാകും. ആ ഒരു സാവകാശം കൂടി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിരിക്കും സർക്കാരിനെ നീക്കം. അതായത് ഇനി കൂടുതൽ നടപടികളിലേക്ക് കടക്കാതിരിക്കാൻ, പെട്ടെന്നൊരു നടപടികൾ ഉണ്ടാകാതിരിക്കാനായിട്ട് സാവകാശം തേടുന്ന ഒരു കാര്യം കൂടി കോടതിയെ അറിയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയെ അറിയിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം അതിനി കൂടുതൽ ചർച്ചകൾ, നിയമോപദേശങ്ങളൊക്കെ തേടിയതിന് ശേഷം അത് നിയമജ്ഞരുമായിട്ടുള്ള കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും കോടതിയിൽ അത് പറയുക. അതാണ് അല്പം മുൻപ് ശ്രീനിജൻ, മുൻ MLA ശ്രീനിജൻ ഇവിടെ വെച്ച് വ്യക്തമാക്കിയത്. അതായത് എന്താണ് ഈ കോടതിയിൽ സർക്കാർ സമീപിക്കാൻ പോകുന്ന കണ്ടന്റ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. അത് തന്നെയാണ് നിലവിലുള്ളത്. എന്തൊക്കെയാണ് ഈ കോടതിയിൽ പറയാൻ പോകുന്നത് എന്ന കാര്യത്തിൽ നിലവിലൊരു വ്യക്തതയില്ല. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ നിയമപരമായ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഈ സമയം നീട്ടി നൽകുക എന്നതാണ്. അതിൽ സമയം നീട്ടി നൽകുക എന്ന കാര്യത്തിന് കുറച്ചുകൂടി അത് റിസൾട്ടായിട്ട് വരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സമയം നീട്ടി ചോദിച്ചതിന് ശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാനായിരിക്കും. എന്തായാലും ഇതൊരു രാഷ്ട്രീയമായ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ അല്പം മുൻപ് CPM-ന്റെ ആളുകൾ എല്ലാവരും തന്നെ ഈ താമസക്കാരോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, അവർ പുറത്താണ് ഇരുന്നത് എങ്കിൽ കൂടിയും അവർ ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നു. നാളെ ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ അതിനെ കൃത്യമായി പ്രതിരോധിക്കുമെന്ന് ഈ സമരസമിതി, CPM-ന്റെ നേതൃത്വത്തിലുള്ള സമരസമിതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അശ്വതി, ഏതായാലും വലിയ പ്രതിഷേധം ഇനി ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് നമുക്ക് കരുതാം അല്ലേ ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ? ഇതിൽ ഒരു കാര്യം, ഈ അഭിഭാഷക കമ്മീഷൻ ഏത് വിധത്തിലാണ് ഇതിനെ സമീപിക്കുക എന്നതാണ് നാളത്തെ ഏറ്റവും വലിയ ചോദ്യം. അതായത് അദ്ദേഹം ഈ പോലീസിന്റെ ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അദ്ദേഹം കോടതി വീണ്ടും, അതായത് അടുത്ത ദിവസം തന്നെ കോടതി കർക്കശമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ നടപടി എടുത്തതിന് ശേഷം അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ അഭിഭാഷക കമ്മീഷൻ ഏത് വിധത്തിലായിരിക്കും മുന്നോട്ട് പോവുക എന്നതാണ് ഇതിലെ ആദ്യത്തെ ചോദ്യം. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകില്ല എന്ന്, അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ വലിയൊരു നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല എന്ന് ഇപ്പോൾ മന്ത്രി ഇന്നത്തെ ചർച്ചയിലും ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങളോടും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു മുൻപ് നമ്മൾ പലപ്പോഴായിട്ട് പള്ളിത്തർക്ക വിഷയത്തിലൊക്കെ സമാനമായ രീതിയിൽ കോടതി നടപടി നടപ്പിലാക്കാനായിട്ട്, കോടതി വിധി നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചപ്പോഴൊക്കെ അവിടെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും ആ പ്രതിഷേധത്തെ കോടതിയെ അറിയിക്കുകയുമാണ് അന്ന് പോലീസ് അടക്കം ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും അഭിഭാഷക കമ്മീഷൻ ഏത് രീതിയിലായിരിക്കും റിപ്പോർട്ട് നൽകുക എന്നതാണ് ഒരു കാര്യം. എന്തായാലും അത് നാളെയാണ് അറിയുകയുള്ളൂ. ശരി, അശ്വതിയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും സർക്കാർ മലയിടം തുരുത്ത് താമസക്കാരുടെ ഒപ്പമാണ് എന്ന് മന്ത്രി റോജി എം ജോൺ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ഈ കാര്യത്തിൽ ഹൈക്കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷേ മലയിടം തുരുത്തിലെ ആളുകൾക്ക് കുറച്ചുകൂടി ആശ്വാസമായി മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ പുനരധിവാസം എന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പോവുകയെങ്കിൽ സർക്കാർ കൂടുതൽ നടപടികൾ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനമായും പറയേണ്ടത്. അശ്വതിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സുപ്രീം കോടതി ഇന്നൊരു സുപ്രധാന നിരീക്ഷണം നടത്തി. സംവരണ വിഷയത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. IAS ഉദ്യോഗസ്ഥരുടെ കുട്ടികൾക്ക് സംവരണം ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം കോടതി ഉന്നയിച്ചു. കർണാടകയിലെ OBC വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കൾ ഇരുവരും സർക്കാർ ജീവനക്കാരായ ഉദ്യോഗാർത്ഥിയെ ക്രിമിലിയർ പട്ടികയിൽ പെടുത്തി സംവരണത്തിൽ നിന്ന് ഒഴിവാക്കിയ കർണാടക ഹൈക്കോടതിയുടെ വിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രധാനമായ ഒരു ചോദ്യം സുപ്രീം കോടതി ഉന്നയിച്ചത്. വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും മുന്നേറ്റം കൈവരിച്ച കുടുംബങ്ങൾക്ക് വീണ്ടും സംവരണം നൽകുന്നത് എന്തിനാണ് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. പിന്നാക്ക വിഭാഗങ്ങളിലെ ക്രീമി ലെയർ വിഭാഗത്തിലുള്ളവരുടെ സംവരണാനുകൂല്യങ്ങളെക്കുറിച്ചുള്ള കേസ് പരിഗണിക്കവെയാണ് ജസ്റ്റിസ് നാഗരത്ന ഉൾപ്പെട്ട ബെഞ്ച് ഇക്കാര്യം ചോദിച്ചത്. സംവരണാനുകൂല്യത്തിലൂടെ ഒരു കുടുംബം നിശ്ചിത നിലയിലുള്ള വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ ശാക്തീകരണം നേടിക്കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് സംവരണം നൽകുന്നതിന് മുൻപ് യോഗ്യത പുനർമൂല്യനിർണ്ണയം നടത്തണമെന്നും കോടതി പറഞ്ഞു. വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ ശാക്തീകരണം സമൂഹത്തിൽ മാറ്റവും മുന്നേറ്റവും ഉണ്ടാക്കുന്നുണ്ടെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇത്തരം പുരോഗതി കൈവരിച്ചതിന് ശേഷവും കുട്ടികൾക്കായി വീണ്ടും സംവരണം ആവശ്യപ്പെട്ടാൽ നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ലെന്നും ഇത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ഇത്തരം മുൻനിര വിഭാഗങ്ങളെ സംവരണ ആനുകൂല്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ നിലവിൽ തന്നെ പല ഉത്തരവുകൾ ഉണ്ടെന്നും എന്നാൽ ഇപ്പോൾ ഈ ഒഴിവാക്കലുകളെയാണ് ചോദ്യം ചെയ്യുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വർഷങ്ങളായി തുടരുന്ന ക്രീമി ലെയർ സംബന്ധിച്ച ചർച്ചകൾക്ക് പുതിയ മാനം നൽകുന്നതാണ് കോടതിയുടെ ഈ ഇടപെടൽ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് വലിയ ജാഗ്രതയിലാണ് രാജ്യവും സംസ്ഥാനവുമൊക്കെ. കൊച്ചി വിമാനത്താവളത്തിൽ സിയാലിനെയും എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷന്റെയും നേതൃത്വത്തിൽ അടിയന്തര യോഗമൊക്കെ ചേർന്നാണ് മുൻകരുതൽ നടപടികൾ എടുക്കുന്നത്. രോഗലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്താൻ 24 മണിക്കൂർ സർവൈലൻസ്, തെർമൽ സ്ക്രീനിംഗ്, ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവ ശക്തമാക്കാനാണ് തീരുമാനം. കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നടത്താനിരുന്ന 4ാമത് ഇന്ത്യ ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടി ഈ എബോളയുടെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ മാസം 28 മുതലാണ് ഉച്ചകോടി തീരുമാനിച്ചിരുന്നത്. കോങ്കോയിലെ സൗത്ത് കിവു പ്രവിശ്യയിൽ ഉൾപ്പെടെ രോഗം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് തീരുമാനം. ആഫ്രിക്കൻ യൂണിയനുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഉച്ചകോടി നീട്ടിവെക്കാൻ തീരുമാനിച്ചതെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു. ഉച്ചകോടിയുടെ പുതുക്കിയ തീയതികൾ ചർച്ചകളിലൂടെ പിന്നീട് തീരുമാനിക്കാനാണ് നീക്കം. ഇന്ത്യയിൽ ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് തുടരുകയാണ്. വിമാനത്താവളങ്ങളിലെ പരിശോധന, ക്വാറന്റൈൻ സംവിധാനങ്ങൾ, ലാബ് പരിശോധനകൾ എന്നിവ സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജൂണിലെ ഫിഫ ലോകകപ്പിനുള്ള ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 26 ടീമിനെ ഹാരി കെയ്നാണ് നയിക്കുക. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫിൽ ഫോഡൻ, ചെൽസിയുടെ കോൾ പാമർ, റയൽ മാഡ്രിഡിന്റെ അലക്സാണ്ടർ ആൽനോഡ് എന്നിവരടങ്ങുന്ന വമ്പൻ നിരയെ ടീമിൽ ഉൾപ്പെടുത്തിയില്ല. പരിശീലകൻ എന്ന നിലയിലുള്ള തന്റെ ആദ്യ ലോകകപ്പ് സ്ക്വാഡ് പ്രഖ്യാപനമാണ് തോമസ് ടുഹൽ നടത്തിയത്. ജെയിൻസ് ക്ലബ്ബുകളിലെ ഫോമിനെ തുടർന്ന് ഐവൻ ടോണിക്കും വാട്കിൻസണും അപ്രതീക്ഷിതമായി ടീമിൽ മടങ്ങിയെത്തി. ജൂൺ 17 ഡള്ളസിൽ ക്രൊയേഷ്യക്കെതിരെയാണ് ഇംഗ്ലണ്ടിന്റെ ആദ്യ മത്സരം. IPL-ൽ ഹൈദരാബാദിനെതിരെ ബംഗളൂരുവിന് 256 റൺസ് വിജയലക്ഷ്യം. നിശ്ചിത 20 ഓവറിൽ ഹൈദരാബാദ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 255 റൺസ് എടുത്തു. അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ഹെൻറിച്ച് ക്ലാസൻ എന്നിവരുടെ ഇന്നിംഗ്സാണ് ടീമിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. 46 പന്തിൽ 79 റൺസ് എടുത്ത ഇഷാൻ കിഷനാണ് ടോപ്പ് സ്കോറർ. മത്സരത്തിൽ 166 റൺസ് എടുത്താൽ തന്നെ RCBക്ക് ക്വാളിഫയർ 1 ഉറപ്പിക്കാം. മറുപടി ബാറ്റിംഗിൽ ബംഗളൂരു 3 വിക്കറ്റ് നഷ്ടത്തിൽ 94 റൺസ് എടുത്തിട്ടുണ്ട്. പ്രസവാവധിക്ക് ശേഷം തിരിച്ചുവരുന്ന ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ ആഭ്യന്തര മത്സരങ്ങളിൽ നിന്ന് വിലക്കിക്കൊണ്ടുള്ള തീരുമാനത്തിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് ഡൽഹി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഈ മാസം അവസാനം നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സെലക്ഷൻ ട്രയൽസിൽ ഫോഗട്ടിന് പങ്കെടുക്കാൻ അവസരം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കാനും നിർദ്ദേശം നൽകി. രാജ്യത്ത് മാതൃത്വം എപ്പോഴും ആഘോഷിക്കപ്പെടാറുള്ളതാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഗുസ്തി ഫെഡറേഷൻ ഒരു കായിക താരത്തോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നത് ശരിയല്ല എന്നുകൂടി കോടതി ഓർമ്മിപ്പിച്ചു. വിരമിക്കലിൽ നിന്ന് തിരിച്ചുവരുന്ന കായിക താരങ്ങൾ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് ആന്റി ഡോപ്പിംഗ് ചട്ടപ്രകാരം നൽകേണ്ട 6 മാസത്തെ നിർബന്ധിത നോട്ടീസ് കാലാവധി പൂർത്തിയാക്കുന്നതിൽ താരം പരാജയപ്പെട്ടു എന്നായിരുന്നു ഫെഡറേഷന്റെ വാദം. CPM-ന്റെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളൊക്കെ എല്ലായിടത്തും നടക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒപ്പം ജില്ലാ കമ്മിറ്റികൾ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു. തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പിണറായി വിജയനും MV ഗോവിന്ദനും രൂക്ഷ വിമർശനമാണ് എല്ലാ കമ്മിറ്റികളിലും ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്ത കൊല്ലം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലും വിമർശനമാണ് ഉയർന്നത്. പിണറായി വിജയൻ സ്തുതിപാഠകരുടെ പിടിയിലാണെന്നും വ്യക്തിപൂജയ്ക്ക് സമാനമായ തിരുവാതിര പോലും ആസ്വദിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയെന്നുമാണ് വിമർശനം. കൊല്ലത്ത് വന്നാൽ പിണറായി വിജയൻ ഒരു നേതാവിനെ മാത്രമാണ് ഇഷ്ടം, ബാക്കി നേതാക്കൾക്കെല്ലാം തീണ്ടലാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഭംഗിയായി നയിച്ച പാർട്ടിയെ MV ഗോവിന്ദൻ ഇല്ലാതാക്കിയെന്നും എല്ലാ ജില്ലകളിലും ഏകാധിപതികളെ പോലെ പ്രവർത്തിക്കുന്ന നേതാക്കളുണ്ട് എന്നും കരുനാഗപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ വിമർശനം ഉയർന്നു. അതോടൊപ്പം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ആശാസമരത്തിലും PM ശ്രീയിലും അനാവശ്യ വിവാദമുണ്ടാക്കിയെന്നും CPI മന്ത്രിമാരുടെ പ്രവർത്തനം പരാജയമായിരുന്നു എന്നുമാണ് യോഗം വിലയിരുത്തിയത്. ബിനോയ് വിശ്വത്തിന്റെ നിലപാടും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കൊരു കാരണമായി എന്ന് വിമർശനം ഉയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFന്റെ തിരിച്ചടിക്ക് കാരണം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാടാണെന്ന് പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനമുയർന്നു. PM ശ്രീയിലെയും ആശാസമരത്തിലെയും അനാവശ്യ വിവാദം ഉണ്ടാക്കിയത് തിരിച്ചടിയായെന്നും യോഗം വിലയിരുത്തി. രണ്ടാം പിണറായി സർക്കാരിൽ CPI മന്ത്രിമാരുടെ പ്രവർത്തനം സമ്പൂർണ്ണ പരാജയമായിരുന്നു. അട്ടപ്പാടിയിലെ ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. പ്രശ്നം റവന്യൂ മന്ത്രി കൃത്യമായി പരിഹരിച്ചില്ല.
നെല്ല് സംഭരണത്തിൽ കൃഷി, സിവിൽ സപ്ലൈസ് മന്ത്രിമാർ കൃത്യമായി ഇടപെട്ടില്ല. CPI വകുപ്പുകൾ ഭരിച്ചത് ഉദ്യോഗസ്ഥരായിരുന്നുവെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. മണ്ണാർക്കാട്ടെ പേയ്മെന്റ് സീറ്റ് വിവാദവും ചർച്ചയായി. തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുഖ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നും യോഗം വിലയിരുത്തി. അമൃത ന്യൂസ്, പാലക്കാട്. ഇനി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷിനെ അവഗണിക്കുകയാണ് CPM. 4 വർഷമായി ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുനഃസ്ഥാപിക്കുന്നില്ല. അംഗത്വം പുനഃസ്ഥാപിക്കാൻ 4 തവണ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടെങ്കിലും സംസ്ഥാന നേതൃത്വം അത് പരിഗണിച്ചതേയില്ല. തീരുമാനമെടുക്കേണ്ടത് പ്രാദേശിക നേതൃത്വമാണ് എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. 2001 ബിനീഷ് കോടിയേരി CPM അംഗമാകുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാവ്, പാളയം ഏരിയ ഭാരവാഹി എന്നീ ഘടകങ്ങൾ പരിഗണിച്ചാണ് ബിനീഷിന് CPM അംഗത്വം നൽകിയത്. 2022 വരെ ബിനീഷ് CPMന്റെ മെമ്പറുമായിരുന്നു. 2021 ലഹരി കേസുമായി ബന്ധപ്പെട്ട കർണാടക ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തതോടെയാണ് ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം CPM റദ്ദു ചെയ്തത്. കേസിൽ ബിനീഷിനെ കോടതി കുറ്റമുക്തനാക്കുകയും 2022 ജയിൽ മോചിതനാവുകയും ചെയ്തു. എന്നിട്ടും ബിനീഷിന്റെ പാർട്ടി അംഗത്വം CPM പുനഃസ്ഥാപിച്ചില്ല. പലതവണ ജില്ലാ കമ്മിറ്റി ബിനീഷിന്റെ മെമ്പർഷിപ്പ് പുനഃസ്ഥാപിക്കുന്ന കാര്യം ചർച്ച ചെയ്തു. 4 തവണ പാർട്ടി ജില്ലാ സെക്രട്ടറി സംസ്ഥാന നേതൃത്വത്തിന് മെമ്പർഷിപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകി. എന്നിട്ടും നടപടി ഉണ്ടായില്ല. വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ: പാർട്ടി അംഗത്വമില്ലെങ്കിലും സിനിമാ പ്രവർത്തകൻ, അഭിഭാഷകൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നതിനിടയിലും CPM പരിപാടികളിലും പ്രവർത്തനങ്ങളിലും സജീവമാണ് ഇപ്പോഴും ബിനീഷ് കോടിയേരി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അന്താരാഷ്ട്ര അക്കാദമിക് മികവും ഉന്നതതല ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പുമായി അമൃത വിശ്വവിദ്യാപീഠം. ആഗോള അക്കാദമിക് സഹകരണം ഗവേഷണത്തിനും നവീകരണത്തിനുമായി ഒമാനിലെ UTASയുമായി അമൃത വിശ്വവിദ്യാപീഠം ധാരണയായി. UTASിലെ ഉന്നതതല പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിലാണ് ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവെച്ചത്. അന്താരാഷ്ട്ര അക്കാദമിക് മികവും ഉന്നതതല ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഒമാനിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസുമായി ചേർന്ന് അമൃത വിശ്വവിദ്യാപീഠം കൈക്കൊണ്ടത്. ഒമാനിലെ UTASയുമായി അമൃത വിശ്വവിദ്യാപീഠം സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. അമൃത വിശ്വവിദ്യാപീഠം പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മനീഷ വി രമേശ്, UTAS മുസന്തം വൈസ് ചാൻസലർ ഡോക്ടർ സയ്യിദ് ബിൻ ഹമദ് ബിൻ സയ്യിദ് അൽ റുബൈ എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. എഞ്ചിനീയറിംഗ്, സാങ്കേതികവിദ്യ, അപ്ലൈഡ് സയൻസ് എന്നീ മേഖലകളിൽ സംയുക്ത ഗവേഷണ സംരംഭങ്ങൾ, അക്കാദമിക് മൊബിലിറ്റി, പ്രത്യേക പാഠ്യപദ്ധതി രൂപകൽപ്പന എന്നിവയിലാണ് പ്രധാനമായും സഹകരിക്കുക. ആശയങ്ങളെ പ്രായോഗിക പരിഹാരങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് സർവകലാശാല അധികൃതർ അറിയിച്ചു. UTAS മുസന്തം അസിസ്റ്റന്റ് വൈസ് ചാൻസലർ ഡോക്ടർ അഹമ്മദ് ബിൻ സയ്യിദ് ബിൻ അഹമ്മദ് അൽ ഷഹ്രി, റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി വകുപ്പ് മേധാവി ഡോക്ടർ കൃഷ്ണപ്രിയ ഗോഡ്വിനാനന്ദ്, വൈസ് ചാൻസലർ ഓഫീസ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ബിൻ മുഹമ്മദ് അൽ അറാമി, ഫോളോ അപ്പ് സെഷൻ മേധാവി ഫരീദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ജലന്താനി എന്നിവരാണ് ഉന്നതതല പ്രതിനിധി സംഘത്തിൽ ഉണ്ടായത്. വിദ്യാർത്ഥികൾക്ക് ലോകോത്തര അക്കാദമിക് ജ്ഞാനം നേടുന്നതിനൊപ്പം അവരുടെ കഴിവുകൾ സമൂഹത്തിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിൽ അമൃത സ്വീകരിക്കുന്ന സമീപനം ശ്രദ്ധേയമാണെന്ന് UTAS പ്രതിനിധി സംഘം അഭിപ്രായപ്പെട്ടു. എഡ്യൂക്കേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഫോർ ലിവിംഗ് എന്ന അമ്മയുടെ ദർശനത്തോടുള്ള ആദരം സംഘം രേഖപ്പെടുത്തി. സന്ദർശനത്തിന്റെ ഭാഗമായി പ്രതിനിധി സംഘം അമൃതയുടെ കോയമ്പത്തൂർ, അമൃതപുരി ക്യാമ്പസുകളും അമൃത മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയും സന്ദർശിച്ചു. ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ലാൻഡ് സ്ലൈഡ് ലാബ്, ഫ്ലെക്സിബിൾ ഇലക്ട്രോണിക്സ് ലാബ്, അമ്മച്ചി ലാബ്സ്, ബയോടെക്നോളജി ലാബ്സ്, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ഗവേഷണ ലാബുകൾ തുടങ്ങി അമൃതയുടെ അത്യാധുനിക സൗകര്യങ്ങളും വിലയിരുത്തിയ ശേഷമാണ് സംഘം മടങ്ങിയത്. അമൃത ന്യൂസ്, കൊല്ലം.